ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. RCBയും KKRും തമ്മിലുള്ള IPLിലെ ആദ്യ മത്സരം ഇപ്പോൾ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യം ടോസ് നേടിയ RCB KKRനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ആ തീരുമാനം ഏറെക്കുറെ ശരിയായി എന്ന് തെളിയിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിട്ടുള്ളത്. 20 ഓവറുകൾ പിന്നിട്ടപ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 174 റൺസിനാണ് KKRന്റെ ഇന്നിങ്സ് അവസാനിച്ചിട്ടുള്ളത്. RCBയുടെ ഒരു വിജയ ലക്ഷ്യമായിക്കൊണ്ട് വരുന്നത് 175 റൺസാണ്. ഇനി മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കിൻഡൻ ഡി കോക്കിനെ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞയക്കാൻ RCBയുടെ ബൗളറായ ഹേസൽവുഡിന് സാധിക്കുകയായിരുന്നു. അതായത് ജിതേഷ് ശർമ്മ അദ്ദേഹത്തെ പിടികൂടുകയായിരുന്നു. പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആദ്യത്തെ 3 ഓവറുകളിൽ മികച്ച പ്രകടനം RCB നടത്തി. പക്ഷെ പിന്നീട് KKR ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. സുനിൽ നരൈനും അജിങ്ക്യ രഹാനെയും ചേർന്നുകൊണ്ട് ഒരു വെടിക്കെട്ട് പ്രകടനമാണ് നടത്തിയത്. 26 പന്തുകളിൽ നിന്ന് 44 റൺസാണ് സുനിൽ നരൈൻ എടുത്തിട്ടുള്ളത്. 31 പന്തുകളിൽ നിന്ന് 56 റൺസ് എടുത്തുകൊണ്ട് ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയാണ് ഈ ഇന്നിംഗ്സിൽ KKRന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത്. 6 ഫോറുകളും 4 സിക്സറുകളും സ്വന്തമാക്കാൻ രഹാനയ്ക്ക് കഴിഞ്ഞു. 5 ഫോറുകളും 3 സിക്സറുകളുമാണ് സുനിൽ നരൈൻ സ്വന്തമാക്കിയിട്ടുള്ളത്. സുനിൽ നരൈനെ പറഞ്ഞയച്ചത് റാസിഖ് സലാമാണ്. അതേസമയം അജിങ്ക്യ രഹാനെയുടെ വിക്കറ്റ് എടുക്കാൻ കൃണാൽ പാണ്ഡ്യക്ക് കഴിഞ്ഞു. അത് വളരെ നിർണായകമായിരുന്നു. പിന്നീട് വെങ്കിടേഷ് അയ്യരെ 6 റൺസിന് RCB പുറത്താക്കി. കൃണാൽ പാണ്ഡ്യയാണ് വിക്കറ്റ് നേടിയിട്ടുള്ളത്. അതേസമയം റിങ്കു സിംഗിനെ പുറത്താക്കാനും കൃണാൽ പാണ്ഡ്യക്ക് കഴിഞ്ഞു. കേവലം 12 റൺസ് മാത്രമാണ് റിങ്കു സിംഗ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട 3 വിക്കറ്റുകളാണ് കൃണാൽ പാണ്ഡ്യ വീഴ്ത്തിയിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് RCBയുടെ ബൗളിംഗിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത്. അതേസമയം അങ്ക്രിഷ് രഘുവൻഷി കുറച്ചു നേരം പിടിച്ചു നിന്നു. 22 പന്തുകളിൽ നിന്ന് 30 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. പിന്നീട് യശ് ദയാലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. അതേസമയം ആന്ദ്രെ റസലിനെ പുറത്താക്കാൻ കഴിഞ്ഞത് സുയാഷ് ശർമ്മക്കാണ്. 4 റൺസ് മാത്രമാണ് റസൽ സ്വന്തമാക്കിയിട്ടുള്ളത്. പിന്നീട് ഹർഷിത് റാണയെ ഹേസൽവുഡ് പുറത്താക്കി. അങ്ങനെയാണ് 174 റൺസിന് KKRന്റെ ഇന്നിംഗ്സ് ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. RCBയുടെ ബൗളിംഗ് കാർഡിലേക്ക് വരുമ്പോൾ ഒട്ടുമിക്ക ബൗളർമാരും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഹേസൽവുഡ് 4 ഓവറുകൾ എറിഞ്ഞപ്പോൾ കേവലം 22 റൺസ് മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത്. 2 വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. യശ് ദയാൽ 3 ഓവറുകളിൽ നിന്ന് 25 റൺസ് വിട്ടു നൽകി 1 വിക്കറ്റ് വീഴ്ത്തി. റാസിഖ് സലാം കുറച്ചധികം എക്സ്പെൻസീവ് ആയിരുന്നു. 3 ഓവറുകളിൽ നിന്ന് 35 റൺസ് അദ്ദേഹം വഴങ്ങിയിട്ടുണ്ട്. 1 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തി. കൃണാൽ പാണ്ഡ്യയാണ് തിളങ്ങിയത്. 4 ഓവറുകൾ 29 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. സുയാഷ് ശർമ്മയാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയത്. 4 ഓവറുകളിൽ നിന്ന് 47 റൺസ് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു. പക്ഷെ റസലിന്റെ വിക്കറ്റ് വീഴ്ത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ലിയാം ലിവിങ്സ്റ്റൺ 2 ഓവറുകൾ എറിഞ്ഞപ്പോൾ 14 റൺസ് മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ RCBയുടെ ബൗളിംഗ് മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ബാറ്റിങ്ങിന്റെ ഊഴമാണ്. ഈ ഒരു ടാർഗറ്റ് മറികടക്കാൻ കഴിയും എന്ന് തന്നെയാണ് RCBയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.